എൻ്റെ റിസൾട്ട് തന്നെയാണോ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു 2 പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്യാൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടോപ്പ് കിട്ടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റാങ്ക് കണ്ടപ്പോൾ ഓക്കെ, നല്ല ഹാപ്പി. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞാൽ നമ്മളെല്ലാം പെർഫെക്റ്റ് ആവുന്നുള്ളൊരു എക്സ്പെക്ടേഷൻ. അതായത് ഫസ്റ്റ് റിവിഷന് മുന്നേയും ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു റേഞ്ച് ഓഫ് സ്കോർ ആയിരുന്നു. നമ്മളെ മെൻ്റൽ ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ഡ്രെയിൻ ഔട്ട് ആയാലും പിന്നെ നമുക്ക് എത്ര ശ്രമിച്ചാലും ആ ഒരു 12 hours പഠിക്കാൻ പറ്റില്ല. കമ്പാരിസൺസ് ഒഴിവാക്കണം. അതായത് നമ്മൾ റീഡിംഗ് ഹോളിൽ ഇരിക്കുമ്പോൾ ഓരോരാൾക്ക് അവരുടെ ഓരോ സ്റ്റേജിലായിരിക്കും പ്രിപ്പറേഷൻ ഉണ്ടാവുക. അതായത് നമ്മുടെ ബുക്ക് തന്നെ ആകുമ്പോൾ ഫോട്ടോഗ്രാഫിക് മെമ്മറി നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് വോളറ്റൈലായിട്ടുള്ള കാര്യങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ച് ആൽബം ആക്കി അതൊരു PDF ആക്കി വെച്ചാൽ പ്ലാൻ ചെയ്താൽ തന്നെ നമ്മുടെ പകുതി ഒരു ബുദ്ധിമുട്ട് ഒഴിഞ്ഞു കിട്ടും. ഹായ് ഓൾ, ടുഡേ വി ഹാവ് Dr. Indrajit with us. He got a very good rank of 278 in the last INICET examination. First of all, a huge congratulations from our side, from Bhartiya Calicut side. We are so proud of you. Can you please introduce yourself? ഹായ് ഓൾ, ഞാൻ ഡോക്ടർ ഇന്ദ്രജിത്ത്. ഞാൻ മാംഗ്ലൂർ KSITയിലാണ് MBBS ചെയ്തത്. ഞാൻ ഫേസ് ടു ഫേസ് ഭാട്ടിയ ഫസ്റ്റ് ബാച്ചിലായിരുന്നു പഠിച്ചുകൊണ്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ May INICETയിൽ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 278 കിട്ടിയതാണ്. സോ ഹായ്, ഈ ഒരു ജേർണിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ഒരു റാങ്കിലേക്ക്, ഒരു അടിപൊളി റാങ്കിലേക്ക് എത്തിയെന്നുള്ളൊരു ജേർണിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? റാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എന്തായാലും INIയിൽ കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തുടങ്ങുമ്പോൾ. പിന്നെ GT സ്കോറൊക്കെ മെല്ലെ അത്യാവശ്യം മോശമില്ലാണ്ട് വരുന്നത് കണ്ടപ്പോൾ ഓക്കെ, ഒരു ഫുൾ അറ്റംപ്റ്റ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇത് കൊടുത്ത്. പിന്നെ എക്സാം ടഫായപ്പോൾ ഒരു കോൺഫിഡൻസ് കുറഞ്ഞു. പക്ഷേ മാർക്ക് വന്നപ്പോൾ ഹാപ്പി ആയിരുന്നു. റിസൾട്ട് കണ്ടപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് ആയിരിക്കുമല്ലോ, അപ്പോൾ ആ റിസൾട്ട് കണ്ടപ്പോൾ എന്താ തോന്നിയത്? റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി സത്യം പറഞ്ഞാൽ. പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞാൽ അവർക്കും സന്തോഷമൊക്കെ ആയി. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എൻ്റെ റിസൾട്ട് തന്നെയാണോ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു 2 പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്യാൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടോപ്പ് കിട്ടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റാങ്ക് കണ്ടപ്പോൾ നല്ല ഹാപ്പി. ഷോക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ സന്തോഷമായി. വിചാരിച്ച സാധനം കിട്ടി എന്നുള്ളൊരു, ഞാൻ വിചാരിച്ചു 1000ന്റെ മുകളിലായിരിക്കും റാങ്ക്, കാരണം എക്സാം ബുദ്ധിമുട്ടായതുകൊണ്ട്. പക്ഷെ ഇത് കിട്ടിയപ്പോൾ എന്തായാലും ആദ്യമേ അപ്പോൾ INIക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചത്. നീറ്റ് എന്നുള്ള പ്ലാൻ ഇല്ല, ആദ്യമേ NSET പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചത്. എനിക്ക് മെയിൻ ഫോക്കസ് INI ആയിരുന്നു. അപ്പോൾ ഇതിന് മുന്നത്തെ INI എഴുതിയിട്ടില്ലേ, അതിലെ റാങ്ക് എങ്ങനെയായിരുന്നു? മുന്നത്തെ നവംബർ INI എഴുതിയായിരുന്നു. അതിൽ 2.7K ആയിരുന്നു റാങ്ക്. നല്ലൊരു ജമ്പാണ്. 2.7 നേരെ 278 റാങ്കിലേക്ക് എത്തിയില്ലേ. സോ അത് എന്തായാലും ഒരു വിചാരിച്ച റാങ്കിന്. അപ്പോൾ ഏത് ബ്രാഞ്ച് എടുക്കാനാണ് വിചാരിക്കുന്നത്? എനിക്ക് എപ്പോഴും ഓർത്തോപെഡിക്സ് ആയിരുന്നു താല്പര്യം, സർജിക്കൽ സൈഡ്. അതെ, സർജിക്കൽ സൈഡ്. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് ചില ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് എന്തായാലും ഒരു ഫുൾ ഓൺ അറ്റംപ്റ്റ് കൗൺസിലിങ്ങിന് ഞാൻ നോക്കാം. ഫുള്ളായിട്ട് ഓർത്തോ എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ. പിന്നെ ഈ പഠിത്തത്തിനെ കുറിച്ച് വരികയാണെങ്കിൽ, ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്ന അവേഴ്സും ഒക്കെ കഴിഞ്ഞിട്ട് INIൻ്റെ ഒരു 4 ദിവസം മുന്നേ പഠിച്ച അവേഴ്സിലേക്കൊക്കെ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ജേർണിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഇപ്പോൾ ഫേസ് ടു ഫേസിലായിരുന്നു പഠിച്ചത്. അപ്പോൾ ക്ലാസ്സിനിടയ്ക്കൊക്കെ റെഗുലറായി വായിക്കാൻ ശ്രമിക്കുമായിരുന്നു. പരമാവധി തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസും ഇവർ ക്ലാസ് കഴിഞ്ഞിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. പിന്നെ അതിൽ വരുന്ന ഗ്യാപ്പ് ഉള്ള ദിവസങ്ങളിൽ ഒരു 50 to 100 ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. പിന്നെ എഴുതി വെച്ച നോട്ട്സ് റിവൈസ് ചെയ്യും. നോട്ട്സ് റിവൈസും ചെയ്യുമായിരുന്നു. പിന്നെ വലിയ ഗ്യാപ്പൊക്കെ വരുമ്പോൾ പ്രീവിയസ് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് എടുത്ത് വായിക്കും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 10 to 12 hours ആയി മാറ്റി സ്റ്റഡീസ്. പിന്നെ ക്വസ്റ്റ്യൻസ് ഒരു 150 to 200 ആക്കി. പിന്നെ റീഡിങ് സെൻറ്ററിലായിരുന്നു ഞാൻ. അതുകൊണ്ട് ഒന്ന് ലോക്ക്ഡൗൺ ആയിട്ട് നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് വീട്ടിലിരുന്ന് അങ്ങനെ പഠിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു റീഡിങ് സെൻറ്ററിൽ. അതുകൊണ്ട് മൊത്തത്തിലൊരു മോറൽ സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഡൗൺ ആകുമ്പോൾ അടുത്ത ആൾ വന്നിട്ട് സത്യം. പിന്നെ എല്ലാ പ്രാവശ്യം ഡൗൺ ആകുമ്പോൾ ഒന്ന് ചായ കുടിക്കാൻ പോകും അവിടെ. അങ്ങനെയൊക്കെ അതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ GTs എവറി വീക്ക് ഇനീഷ്യലി ക്ലാസ്സുള്ള സമയത്ത് എവറി 2 weeks കൊടുക്കാൻ നോക്കുമായിരുന്നു. പറ്റില്ലെങ്കിൽ എവറി 3 weeks അല്ലെങ്കിൽ മാക്സിമം ഒരു മന്ത്ലി GT കൊടുക്കുമായിരുന്നു. ഇനീഷ്യലി തന്നെ GT വീക്ക്ലി വൺസ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അറിയുമായിരുന്നു ഇങ്ങനെ വീഡിയോസും അതൊക്കെ കണ്ടിട്ട് ഇതായിരുന്നു റിക്വയർമെൻറ്റ്. പക്ഷേ ചിലപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നമുക്കത് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് once in 2 weeks ഞാൻ ചെയ്യാൻ നോക്കുമായിരുന്നു. അന്ന് തന്നെ ഒരു ഓൾമോസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് ഡെയിലി ആവറേജ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 50 കൊടുക്കണം എന്നുണ്ടായിരുന്നു. 50 to 100 എന്തായാലും ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഇനീഷ്യലി ആദ്യം മെയിൻലി EYQs കവർ ചെയ്യായിരുന്നു. എന്നിട്ട് നോട്ടിൽ അത് അനോട്ടേറ്റ് ചെയ്ത് വെക്കും. അതാകുമ്പോൾ INI ആണല്ലോ പ്ലാൻ. അപ്പോൾ INIൻ്റെ PYQ ആണോ നോക്കുക? രണ്ടും നോക്കുമായിരുന്നു. നീറ്റും INIയുടെയും PYQs നോക്കും ക്ലാസ്സിൻ്റെ ഗ്യാപ്പുള്ള സമയത്ത്. പിന്നെ അത് ബുക്കിൽ അനോട്ടേറ്റ് ചെയ്ത് വെക്കുമായിരുന്നു നമ്മുടെ ഭാട്ടിയ നോട്ട്സിൽ.
അതാകുമ്പോൾ പിന്നെ എനിക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ ടോപ്പിക്സ് അതിൽ ഓൾറെഡി നോട്ട് ചെയ്തിട്ട്. എന്തെങ്കിലും ഡിഫറൻസ്, അതായത് നമ്മളിപ്പോൾ ഇൻസെറ്റിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്, അപ്പോൾ നീറ്റിന് വേണ്ടി പഠിക്കുമ്പോൾ എന്തെങ്കിലും രണ്ടും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ടോ? മെയിൻലി അത് GETസിലായിരുന്നു. അതായത് ടൈം കൺസ്ട്രെയിൻറ്റ് കുറച്ചും കൂടി അയനയിലുണ്ട്. ഒന്ന് 3 hours ഒന്ന് മറ്റേത്. എനിക്ക് പക്ഷേ നീറ്റിൻ്റെ ആ ഒരു 3.5 hours ഇരിക്കാനായിരുന്നു കുറച്ചും കൂടി ബുദ്ധിമുട്ട്. അയനയിൽ 3 hours ആയതുകൊണ്ട് പിന്നെയും ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. നീറ്റിൽ ആ ഒരു 3.5 hours വരുമ്പോൾ പിന്നെയും കുറച്ചും കൂടി നമ്മൾ സ്റ്റാമിന കുറച്ചും കൂടി വേണം. പിന്നെ അയനയിൽ പിന്നെ ആ ഒരു 180 questions 200 questions 180 minutes തീർക്കണം എന്നുള്ളൊരു കുഴപ്പമുള്ളതുകൊണ്ട് അത് പക്ഷേ ഗ്രാജുവലി പ്രാക്ടീസിൽ അത് എന്തായാലും കിട്ടുന്നതാണ്. അപ്പം നമ്മളെ എക്സാം കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസും ടൈം കുറച്ച് ഷോർട്ട് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഓൾറെഡി ഈ ഒരു പ്ലാൻ ആദ്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ടൈം കൺസ്ട്രെയിൻ തോന്നിയോ, അല്ലെങ്കിൽ ഇനീഷ്യലി ഉണ്ടായിരുന്നു ഒരു ഫസ്റ്റ് 2 GTസിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എളുപ്പത്തിൽ ആ ഒരു ടൈം കൺസ്ട്രെയിൻ മാറി കിട്ടിയായിരുന്നു. ഈ എക്സാമിൻ്റെ സമയത്തോ? എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയായിരുന്നു. അതാണ് ഒരു ബിഗ് ഫാക്ടർ എന്ന് തോന്നുന്നുണ്ട്. കുറെ പേർക്കൊക്കെ ആ ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നം. കുറെ എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം കുറെ ബൗൺസേഴ്സ് കുറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിനിഷ് ചെയ്യാൻ നോക്കി. അതായത് അറ്റൻഡ് ചെയ്യാത്തതാണ് ബെറ്റർ എന്ന് തോന്നിയ ക്വസ്റ്റ്യൻസ്. പിന്നെ ലാസ്റ്റ് സമയം കുറച്ച് കിട്ടിയപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ നോക്കി. ഓൾമോസ്റ്റ് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും? ഞാൻ 190 അറ്റംപ്റ്റ് ചെയ്തു. 190 അറ്റംപ്റ്റ്. അപ്പോൾ അറ്റംപ്റ്റിന്റെ എണ്ണം കൂട്ടി തന്നെയാണ് വെച്ചത്. എനിക്ക് ഒരു 195 ഒക്കെ ആയിരുന്നു ഞാൻ മനസ്സിൽ കണ്ടത്. പക്ഷെ എക്സാം വിചാരിച്ചത്ര കുറച്ചും കൂടി ടഫായിരുന്നു. അതുകൊണ്ട് എന്തായാലും പറ്റുന്നുണ്ടായിരുന്നില്ല. GT ചെയ്തുമ്പോൾ എങ്ങനെയാണ്? GT ചെയ്തുമ്പോൾ 195 ഒക്കെ ആണ് കൊടുക്കാറല്ലേ? ഞാൻ ഒരു 195 ആ ഒരു റേഞ്ചിലായിരുന്നു എപ്പോഴും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 195 196. പിന്നെ ഈ ഒരു പഠിത്തത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഫേസ് ചെയ്താ? അത് എല്ലാവർക്കും വരുന്ന ഫേസാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു എല്ലാം നോട്ട്സൊക്കെ വായിച്ച് ഒരു ഓൾമോസ്റ്റ് എൻഡ് ഓഫ് പ്രിപ്പറേഷൻ എത്തുമ്പോഴേക്കും നമ്മൾ പ്ലാറ്റ് അടിക്കും. അപ്പോൾ അതെല്ലാവർക്കും വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഫേസ് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു. ഇതെന്താ സ്കോർ കയറാത്ത? അപ്പോൾ ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണോ പറയുന്നത്? അതെ അതെ, ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞ് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞാൽ നമ്മളെല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ. അതായത് ഫസ്റ്റ് റിവിഷന് മുന്നേയും ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു റേഞ്ച് ഓഫ് സ്കോർ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ചെയ്തിട്ട് കാര്യമുണ്ടോ ആ ഒരു രീതിയിലായി. പിന്നെ മെൻറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ കോൺടാക്ട് ചെയ്തായിരുന്നു. അതുകൊണ്ട് അവർ ടിപ്സ് പറഞ്ഞുകൊണ്ട് പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആവാൻ തുടങ്ങി. പിന്നെ റിവിഷൻ്റെ ഡ്യൂറേഷൻ കുറയാൻ തുടങ്ങിയതോറും ബെറ്റർ ആവാൻ തുടങ്ങി. എത്ര റിവിഷൻ കൊടുത്തു എക്സാമിന് മുന്നേ ആയിട്ട്? ഞാൻ ഒരു 4 റിവിഷൻ. എന്നാ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ജൂണിലായിരുന്നു തുടങ്ങി. ജൂണിൽ സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരി ജാൻ ലാസ്റ്റ് ആകുമ്പോൾ കഴിഞ്ഞു. പിന്നെ ടിൽ May 15th സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ 4 റിവിഷൻസ് കൊടുത്തു. 4 ഫുൾ റിവിഷൻസ്. അത് എല്ലാം ബുക്ക് കവർ ടു കവർ ഞാൻ വായിച്ചില്ല, സെലക്റ്റീവായി വായിച്ച്. ആ സെലക്റ്റീവ് റീഡിങ്ങിനെ കുറിച്ചൊന്ന് പറയാം. നമ്മളിപ്പം മെന്ററായിട്ട് നമ്മൾ സ്റ്റുഡൻസിനോട് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളതാണ് ഫാസ്റ്റ് റീഡിങ് എന്താണെന്നുള്ളത്. ഫാസ്റ്റ് റീഡിങ് അങ്ങനെ ചെയ്തോളൂ എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഫസ്റ്റ് റിവിഷൻ, അതായത് ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റ് റിവിഷനിൽ ഞാൻ വേർഡ് ടു വേർഡ് വായിച്ചായിരുന്നു. ഫസ്റ്റ് റിവിഷൻ അത് പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. എനിക്കൊരു 50 days ഓൾമോസ്റ്റ് എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും ഏതൊക്കെ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കൊരു പിക്ചർ മെമ്മറി കാണുമ്പോൾ പേജ് കാണുമ്പോൾ ഉണ്ടാവും. രണ്ടാമത്തെ റിവിഷൻ വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും നമുക്ക് ഏതൊക്കെ ടോപ്പിക്സാണ് അറിയുന്നത്, കുറച്ചും കൂടി ഏതൊക്കെ ടോപ്പിക്സാണ് കുറച്ചും കൂടി ഫോക്കസ് വേണ്ടത്. ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒരു ഐഡിയ കിട്ടും ഏത് ഏരിയയിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അറിയുന്ന ടോപ്പിക്സ് വേഗം ഒന്ന് ചെയ്ത് വിടുക, അത് കണ്ടുവിടുക. പിന്നെ അറിയാത്ത ടോപ്പിക്കിൽ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ കുറച്ചും കൂടി ഫാസ്റ്റായി വായിച്ചു പോകാൻ. എങ്ങനെയാ ഒരു ദിവസം എങ്ങനെയാ നമ്മൾ ടൈമർ വെച്ചിട്ടാണോ പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓർത്തോ തീരുമ്പോൾ തീർന്നാൽ മതി, ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നോ? ഞാൻ എല്ലാം നോക്കിയിട്ടുണ്ട്. അതായത് ചില ദിവസങ്ങളിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ടൈം വെച്ചിട്ട് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മളിപ്പോൾ ഒരു ഇത്ര പേജ് എനിക്ക് ഇത്ര ടൈമിൽ തീർക്കണം എന്ന് ഒരു ഇത് കൗണ്ട് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ലാഗ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ 15 മിനിറ്റേ ഉള്ളൂ, ഇനിയും 5 പേജ് ബാക്കിയുണ്ട്, അപ്പോൾ സ്പീഡായി. അത് എപ്പോഴും ടൈം വെക്കുന്നതാണ് നല്ലത്. ഏത് സബ്ജക്റ്റ് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയത്? കുറച്ച് ടഫായിട്ടുള്ള തോന്നിയ സബ്ജക്ട്സ് ആയിരുന്നു ഫാർമാക്കും. പിന്നെ എനിക്ക് ഒഫ്താലും ഒന്നാമത് അത്ര ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു കോൺസെപ്റ്റ് ഒരു ഇത്രയും പോകുന്ന ഏരിയയിൽ കിടന്നിട്ട് ഫാർമാക്ക് സാറ് നന്നായി പഠിപ്പിച്ചു. പിന്നെ എപ്പോഴും ഒരു വലിയ ഗ്യാപ്പ് വരുമ്പോൾ ഞാൻ ഫാർമക്ക് ആദ്യം എടുക്കാം പഠിക്കാൻ വേണ്ടിയിട്ട്. അത് ആ ഒരു ഫിയർ ഓവർകം ചെയ്യാനാണോ അല്ലെങ്കിൽ പിന്നീട് ഇഷ്ടമായി വന്നുകൊണ്ടാണോ? ഫിയർ ഓവർകം ചെയ്യാൻ മെയിൻലി എനിക്ക് തീരെ അറിയാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ഫാർമക്ക്. അപ്പോൾ റിപ്പീറ്റഡ്ലി ക്ലാസ്സിൻ്റെ ഇടയ്ക്കൊക്കെ വായിച്ച് പിന്നെ അതൊരു സ്ട്രോങ് ആയി വന്നു. ഓൺ ദി അതർ ഹാൻഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? ഓർത്തോ തന്നെയാണോ അത് വേറെ? അല്ല, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് അനാറ്റമി ആയിരുന്നു. ഓബ്വിയസ്ലി എല്ലാവരും പറയുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് പാത്തോളജിയുടെ നോട്ട്സ് ഭയങ്കര ഇഷ്ടമായി. കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ്, നല്ല പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ, മൊത്തത്തിൽ നല്ലൊരു ബാലൻസ്ഡ്. പിന്നെ കമ്മ്യൂണിറ്റി മെഡിസിൻ എനിക്ക് ഭയങ്കര
ഇഷ്ടമായി നോട്ട്സ്. നോട്ട്സ് ആ ഒക്കെ ആയിരുന്നു. എല്ലാ നോട്ട്സും അടിപൊളിയായിരുന്നു. പിന്നെ നസീർ സാറുടെ നോട്ട്സ് എന്തായാലും കൺസൈസ് ആണ്. ഓൾ 19 സബ്ജക്ട്സ് ആർ ഈക്വലി ഗുഡ്. സോ 278 എന്നുള്ളൊരു നല്ല റാങ്കിലേക്ക് എത്തിയില്ലേ, അപ്പോൾ അതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ റീഡിങ് സെൻറ്ററിലായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ ഫാക്ടറായിരുന്നു. നമ്മളെ മെൻ്റൽ ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ഡ്രെയിൻ ഔട്ട് ആയാലും പിന്നെ നമുക്ക് എത്ര ശ്രമിച്ചാലും ആ ഒരു 12 hours പഠിക്കാൻ പറ്റില്ല. നമ്മളെ പ്രൊഡക്ടിവിറ്റി കുറയും ഒക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ ഉണ്ടായിരുന്നു. അതേപോലെ അച്ഛനമ്മയും എന്തായാലും ഞാൻ ഡെയിലി വിളിക്കുമായിരുന്നു. ഇവിടെ അല്ലായിരുന്നു, അവർ പുറത്താണ്. അപ്പോൾ ഡെയിലി വിളിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു റിലീഫ് കിട്ടും. പിന്നെ അവരെ എൻകറേജ് ചെയ്യും. അവർക്ക് മനസ്സിലാവും നമ്മളൊരു ലെവൽ സ്ട്രെസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? അത് അവർ റിഗാർഡ്ലെസ് അവർ എന്തായാലും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഫാമിലിയുടെ സപ്പോർട്ട് ഒരു ക്രൂഷ്യൽ എന്തായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെയിനായിട്ട് റിവിഷൻസ് തന്നെയാണ്. മൾട്ടിപ്പിൾ റിവിഷൻസ് എന്തായാലും ആവശ്യമാണ് ഒരു സീറ്റ് ക്രാക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്തായാലും പിന്നെ ടൈം ടേബിളിൽ കറക്റ്റായിട്ട് ഉണ്ടാക്കണം. അതായത് ലോങ് ടേമും ഷോർട്ട് ടേമും. എൻ്റെ ക്ലാസ് കഴിഞ്ഞത് ജാനുവരിയിലായിരുന്നു. അപ്പോൾ ജാനുവരി കഴിഞ്ഞ് മെയ് വരെ എനിക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റഫ് ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് പോകണം എന്നല്ല, അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പോകേണ്ടത്, ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്സ്. അതെ. പിന്നെ ഡെയിലിയും ഇങ്ങനെ ടാർഗറ്റ്സ് എഴുതി വെക്കുമായിരുന്നു. ഇപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെ ചെയ്യണം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുമായിരുന്നു. എന്നിട്ട് ടിക്ക് ചെയ്ത് പോകുമായിരുന്നു. അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 80% നമ്മൾ വിചാരിച്ച 80% ഫിനിഷ് ചെയ്യും. ആണെങ്കിലും മീറ്റിംഗിൽ പറയുന്ന ഒരു കാര്യമല്ലേ, അറ്റ്ലീസ്റ്റ് ഒരു 80% ഓഫ് വാട്ട് വി ഇന്റൻഡ് സ്റ്റഡി ആയാൽ തന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ എല്ലാം കറക്റ്റായി ഫിനിഷ് ചെയ്യണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഡെയിലി നമ്മൾ ഒന്ന് അവിടെ എത്തി പഠിച്ച് ജസ്റ്റ് ഷോ അപ്പ് ചെയ്താൽ മതി. ഈ ഒരു റാങ്കിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ കുറേ മിസ്റ്റേക്സ് ഒക്കെ നമ്മളെ മിസ്റ്റേക്സ് തന്നെ ലേൺ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവുക. അങ്ങനെ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ്, എന്തൊക്കെ കറക്ഷനാണ് വരുത്തിയത്? ഇനീഷ്യലി ക്ലാസ്സിൻ്റെ ഇടയ്ക്കും പിന്നെ ആ ഒരു ക്ലാസ് കഴിയുന്നതിൻ്റെ വരെയുള്ള ഒരു ഡ്യൂറേഷനിലും എൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം കുറവായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ 50 questions ഒക്കെ ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ മെൻറ്റേഴ്സ് എപ്പോഴും പറയായിരുന്നു ഒരു 200 questions എങ്കിലും വേണം എന്ന്. അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു GT സ്കോറൊക്കെ പ്ലാറ്റോ ആയി വന്നു. പിന്നെ ക്വസ്റ്റ്യൻ്റെ നമ്പർ കൂട്ടിയപ്പോഴാണ് പിന്നെയും സ്കോർ കയറാൻ തുടങ്ങിയത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ കമ്പാരിസൺസ് ഒഴിവാക്കണം. അതായത് നമ്മൾ റീഡിംഗ് ഹാളിൽ ഇരിക്കുമ്പോൾ ഓരോരാൾക്ക് അവരുടെ ഓരോ സ്റ്റേജിലായിരിക്കും പ്രിപ്പറേഷൻ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഇത്ര സ്കോർ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾക്ക് വിഷമായി. പിന്നെ അത് വീണ്ടും നമ്മളെ പ്രിപ്പറേഷനെ എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ സ്വയം ഒരു ട്രസ്റ്റ് എന്തായാലും വേണം. നമുക്ക് നമ്മളതിൽ ട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും ആദ്യമേ ഈ റാങ്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കണ്ടിട്ട്, അതായത് ഒരു ഇത്രയും നല്ല റാങ്ക് കിട്ടും എന്നുള്ളത് ഇങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ഒരു ഡബിൾ ഡിജിറ്റ് ഒക്കെ വേണമെന്ന് ഇങ്ങനെ സ്വയം പറഞ്ഞ് ഒരു ഗോള് വെച്ചായിരുന്നു. കിട്ടൂല അതൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഗോള് വെച്ചായിരുന്നു. പിന്നെ അതിനു വേണ്ടി വർക്ക് ചെയ്തായിരുന്നു. ഡബിൾ ഡിജിറ്റ് കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നല്ല ഒരു റാങ്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്കും എഫക്റ്റീവായി തോന്നി. അപ്പം നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ആർക്കാണോ അങ്ങനെ ഒരു 2 digit നമ്പറോ സിംഗിൾ ഡിജിറ്റ് നമ്പറോ മനസ്സിലുള്ളത് അവരാണ് ഒരു 500 റാങ്കിലേക്ക് എത്തുന്നതായിട്ട് കണ്ടത്. പിന്നെ വേറെ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തിയത് പ്രിപ്പറേഷൻ ഫേസിൽ? ഈ 20th നോട്ട്ബുക്ക് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. 20th നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ അതായത് നമ്മുടെ ക്ലാസ്സസ് തുടങ്ങിയ സമയത്ത് തന്നെ മിസ്റ്റേക്ക് ബുക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അത് നല്ലോണം പൈലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇപ്പോൾ തുടങ്ങിയിട്ട് കാര്യമില്ല, എന്തായാലും ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഒരു മിസ്റ്റേക്ക് ബുക്കും ഒരു 20th നോട്ട്ബുക്കും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അത് ഒരു ഏകദേശം എത്ര പേജസ് ഉണ്ടാവും 20th നോട്ട്ബുക്ക്? ലൈക്ക് വീണ്ടും അതൊരു വലിയ നോട്ട്ബുക്കായിട്ട് മാറിയോ അതോ? 20th നോട്ട്ബുക്ക് ഞാൻ പേഴ്സണലി ഫോട്ടോസ് എടുത്ത് വെച്ചതാണ്. അതായത് ഒരു PDF ആക്കിയിട്ട്. അതായത് നമ്മുടെ ബുക്ക് തന്നെ ആകുമ്പോൾ ഫോട്ടോഗ്രാഫിക് മെമ്മറി നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് വോളറ്റൈലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ച് ആൽബം ആക്കി അതൊരു PDF ആക്കി വെച്ചായിരുന്നു. അങ്ങനെയാണ് 20th നോട്ട്ബുക്ക് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ മിസ്റ്റേക്ക് ബുക്ക് ലാസ്റ്റ് കുറച്ച് GTs എന്നായിരുന്നു എടുത്തത്. ഒരു മേബി 8 GTs അതിലായിരുന്നു എടുത്തത്. അപ്പോൾ അതും ഒരു ചെറിയ നോട്ട്ബുക്കിന്റെ പകുതി, അതായത് മേബി 50-60 പേജസേ ഉണ്ടായിരുന്നുള്ളൂ. നിയാസ്ക്കാണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്, ഏതാ 20th നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാം കുഴപ്പമില്ല, പക്ഷേ അത് ലാസ്റ്റ് നമ്മളെ ഒറിജിനൽ നോട്ടിന് അതേ കട്ടിയിലേക്ക് വരരുത് എന്നുള്ളതാണ്. അപ്പം അത് ഫസ്റ്റ് മനസ്സിലായില്ല, പിന്നീട് അത് കറക്റ്റ് ചെയ്ത് വന്നത്. സോ ഫസ്റ്റ് GT എഴുതിയപ്പോൾ എത്രയായിരുന്നു സ്കോർ ഉണ്ടായിരുന്നത്? ഫസ്റ്റ് GT ആക്ച്വലി ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അതൊരു 70 ആ ഒരു റേഞ്ചിലായിരുന്നു. ഹൗസ് സർജൻസിന്റെ സമയത്ത് എഴുതിയതാണോ? അല്ല
ജസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് GT ആ ഒരു അപ്പോഴായിരുന്നു കൊടുത്തത്. അതിൽ നിന്ന് INAയുടെ ലാസ്റ്റിലേക്ക് എഴുതിയ GTയിൽ എത്ര സ്കോർ ഉണ്ടായിരുന്നത്? കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് എഴുതിയ GTയിൽ 167 ഉണ്ടായിരുന്നു. 167 സ്കോർ ചെയ്തു. അത്രയും ഒരു ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതാ അത് പക്ഷെ ലാസ്റ്റിലോട്ടാണ് കയറാൻ തുടങ്ങിയത്. എനിക്ക് ഓൾമോസ്റ്റ് ക്ലാസ് കഴിയാറാകുമ്പോൾ, അതായത് മിഡ് ജാൻ ഒക്കെ ആകുമ്പോൾ ഒരു 140 എത്തിയായിരുന്നു. പിന്നെ 140 മാർച്ച് ലാസ്റ്റ് വരെ എനിക്ക് 140 to 150 ആയിരുന്നു. കുറേ കാലം 2 months ആ പ്ലാറ്റൂലുണ്ടായിരുന്നു. പിന്നെ ഏപ്രിൽ തൊട്ടാണ് 150ലേക്ക് കയറി, പിന്നെ 160ലേക്ക് കയറി പോയത്. INAന്റെ മോഡലിൽ തന്നെയാണോ 167 കിട്ടിയത്, അല്ലെങ്കിൽ നീറ്റിന്റെ? അല്ല, ഞാൻ ലാസ്റ്റ് ഒരു 8-10 GT ഫുള്ള് INA മോഡൽ. INA വേണം എന്നുള്ളതുകൊണ്ട് ആ ഒരു പ്ലാനിലേക്ക് ആയിട്ട് വന്നത് അല്ലേ? നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിന് മുന്നത്തെ? നീറ്റ് ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ നീറ്റ് എഴുതിയായിരുന്നു. അതിന്റെ റാങ്കോ? അതില് എനിക്ക് 39K ആയിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ഓൾറെഡി ഇങ്ങനെ UGക്ക് ഭയങ്കരമായി പഠിച്ചു വെച്ച ഒരാളൊന്നും അല്ലാന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെന്റിൽ കാര്യമായിട്ട് എന്തൊക്കെയാ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു 1 year കൊണ്ട് ഈ ഒരു ഭയങ്കര ജമ്പല്ലേ? 70 GT സ്കോർ 170 GT സ്കോർ, ഇത്രയും നല്ല റാങ്കിലേക്ക് എത്തുക. അതിന് മെയിനായിട്ടും കൺസിസ്റ്റൻസി എന്തായാലും ഒരു ഫാക്ടർ ആയിരിക്കും. വേറെ എന്തൊക്കെ ഫാക്ടറായിട്ട് തോന്നിയത്? ഇപ്പോൾ വേറെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു ബിലീഫ് വേണം, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ബിലീഫ്. പിന്നെ കൺസിസ്റ്റൻസി എന്തായാലും വേണം. ഈ 2 കാര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു വലിയ ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? ഒരു 10 days ബ്രേക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല? 10 days ബ്രേക്ക് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ഒരു 5 ദിവസം മാക്സിമം എടുത്തായിരുന്നു. പിന്നെ പിക്ക് ചെയ്ത് വന്നപ്പോൾ വീണ്ടും തുടങ്ങുന്ന പോലെ ആയോ? അതായത് 6 hours പിന്നെ 7 ആക്കി അങ്ങനെ കൂട്ടിക്കൊണ്ടുവരേണ്ടി വന്നു? ചെറിയ ബ്രേക്ക് ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ മാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എന്തായാലും എനിക്ക് റീഡിംഗ് ഹാളിൽ പോയി പഠിക്കും. റൂമിൽ നല്ല ചൂടായിരുന്നു. അപ്പോൾ റീഡിംഗ് ഹാളിൽ എന്തായാലും AC ഉണ്ട്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നുണ്ട്. അവിടെ പോയാൽ പിന്നെ എല്ലാവരും പഠിക്കുന്നതാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബാക്കി കാലിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ? ഒന്നാമത് നല്ല പേരുകേട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ എൻ്റെ ഒരു സാറ് റെക്കമെൻഡ് ചെയ്തതാണ് ഇവിടെ വന്ന് പഠിക്കാൻ. ഫേസ് ടു ഫേസ് ലൈവ് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീട് കാസർഗോഡല്ലേ, അപ്പോൾ ഇവിടെ വന്ന് പഠിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നതാണോ? അല്ല, എനിക്ക് ഒന്നാമത് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. അപ്പോൾ എന്തായാലും ഒരു എക്സ്ട്രാ ഒരു പുഷ് എന്തായാലും ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫേസ് ടു ഫേസ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ UG ചെയ്തത് മാംഗ്ലൂർ ആയതുകൊണ്ട് അവിടെ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സാർ പറഞ്ഞാൽ അവിടെ പോണ്ട, കാലിക്കറ്റിൽ വന്നു, ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ വന്നു. പിന്നെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കുറേ. സോൺ ക്ലോസിംഗ് നോട്ട്, ഇനി പ്രിപ്പയർ ചെയ്യാനിരിക്കുന്ന ആൾക്കാരോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യാനുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പഠിത്തം അതേപോലെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോവുക, റിവിഷൻസ് ഒക്കെ കറക്റ്റായി ചെയ്യുക, നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ തന്നെ നമ്മുടെ പകുതി ഒരു ബുദ്ധിമുട്ട് ഒഴിഞ്ഞു കിട്ടും. പിന്നെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്ത് നല്ലോണം നോക്കണം. ഡയറ്റ് നല്ല ഫുഡ് കഴിക്കണം. കൂടുതൽ ജങ്കും അതൊക്കെ ഒഴിവാക്കണം. പിന്നെ പറ്റുമെങ്കിൽ എക്സസൈസ് ഒരു 1/2 hour അറ്റ്ലീസ്റ്റ് ഒരു ദിവസം അങ്ങനെ ചെയ്യാൻ നോക്കണം. നമ്മളെ ഹെൽത്ത് ശരിയില്ലെങ്കിൽ നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റില്ല. പിന്നെ നല്ലോണം ബേൺ ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇടയ്ക്ക് ചില ആൾക്കാർക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, ബ്രേക്ക് എടുക്കാൻ പറ്റുന്നില്ല. കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം എടുത്തിട്ടുണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് സിനിമക്കൊക്കെ പോകുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമക്കൊക്കെ പോകാൻ. അപ്പോൾ നല്ല ബേൺ ഔട്ട് ആകുമ്പോൾ ഒരു സിനിമയ്ക്ക് പോകും, അത്ര തന്നെ. അപ്പോൾ റിഫ്രഷ് ആവും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ചെറിയ ബ്രേക്സ് എടുക്കുക, ഇടയ്ക്ക് നല്ല സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെ തന്നെ നല്ലോണം റിവിഷൻസ് ചെയ്യുക. പിന്നെ ട്രസ്റ്റ് ചെയ്യുക പ്രോസസ്സിന്. പിന്നെ നോട്ട്സ് ട്രസ്റ്റ് ചെയ്യുക, സോഴ്സ് ട്രസ്റ്റ് ചെയ്യുക. ഞാൻ ലാസ്റ്റ് മന്ത് ഏപ്രിൽ ഒരു റിവിഷൻ സോഴ്സ് നോക്കിയായിരുന്നു, ജസ്റ്റ് ഒന്ന് സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് മെയിനായിട്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് അസ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. നല്ല ഓർത്തോ സർജനായിട്ട് തിരിച്ചിങ്ങോട്ടൊക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.